കണ്ടില്ലല്ലോ. ജ്യോതിഷം കാണുമോ? കൊള്ളാവോ? ഇവിടെയാണ് എൻ്റെ സ്വർഗം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും സൗജന്യമായ ഫുഡ്, യൂണിഫോം, ട്രാവൽ. ഗോവിന്ദപിള്ളച്ചേട്ടൻ എന്ന് പറഞ്ഞ നമ്മുടെ അമ്പലത്തിനടുത്ത ഒരാളുണ്ട്. അദ്ദേഹം എന്നോട് കരഞ്ഞോണ്ട് പറഞ്ഞു, മോനെ നീ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം. ഞാൻ മരിച്ചു പോയാൽ എൻ്റെ കുട്ടികൾക്ക് ആരുണ്ടാവും. വലിയ പബ്ലിസിറ്റി ഒന്നും ഞാൻ കൊടുക്കാറില്ല, അതുകൊണ്ടാണ് ആളുകൾ അറിയാത്തത്. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, ഞാൻ 2 തവണ മന്ത്രിയായി, MP ആയി, MLA ആയി. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇവരോടൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങളാണ്. ഭയങ്കര സ്നേഹമാണ് എന്നോട്. ഇവിടെ എൻ്റെ മണ്ഡലത്തിൽ ധാരാളം ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട് എന്നുള്ള കണ്ടെത്തലിലൂടെയാണ് ഇങ്ങനെയൊരു സ്ഥാപനം ആരംഭിക്കാൻ ആഗ്രഹിച്ചത്. ശൂന്യതയിൽ നിന്നാണ് ഞാൻ ഈ സ്ഥാപനം ആരംഭിച്ചത്. ഇന്ന് ഇവിടെ സ്വർഗമാണ്. എല്ലാ തലങ്ങളിലുമുള്ള വീടുകളിലെ കുട്ടികൾ ഇവിടെ വരാറുണ്ട്. എല്ലാവർക്കും സൗജന്യമായ ഫുഡ്, യൂണിഫോം, ട്രാവൽ എല്ലാം ഞങ്ങൾ നൽകുന്നുണ്ട്. ഇത് നൽകുന്നത് ഞങ്ങൾക്കിടെ കയ്യിലൊന്നുമില്ല, പക്ഷെ എല്ലാവരും സഹായിച്ചത് കൊണ്ടാണ്. പ്രിയപ്പെട്ട യൂസഫ് അലിയെ മറക്കാൻ കഴിയില്ല. 2 തവണ അദ്ദേഹം ഞങ്ങൾക്ക് ഓരോ കോടി രൂപ തന്നു. അദ്ദേഹമാണ് ഈ സ്ഥാപനം തുടങ്ങാൻ എനിക്ക് ശക്തി നൽകിയത്. പിന്നെ അമ്പലപ്പുഴ ശ്രീ ഹരികുമാർ ഉൾപ്പെടെ ധാരാളം ആളുകൾ ഇപ്പോൾ സഹായങ്ങൾ നൽകുന്നുണ്ട്. ശ്രീ ചിറ്റലപ്പള്ളി, മുത്തൂറ്റ്, കോൺഫിഡൻസ് ഗ്രൂപ്പ്, അങ്ങനെ ധാരാളം. ഞാൻ ആരോട് ചോദിച്ചാലും അവർ ചെറുതും വലുതുമായ സഹായങ്ങൾ അവരുടേതായ രീതിയിൽ നൽകും. ഒരു ദിവസം, ഒരു മാസം 4 ലക്ഷം രൂപ വേണം ഇവരെ ഈ സ്ഥാപനം നടത്താൻ. എല്ലാം സൗജന്യമാണ്. ഗവൺമെൻറ് ഇതിന് അംഗീകാരം നൽകി. അപ്പോൾ 4-5 സ്റ്റാഫിന് അവർ 18 സ്റ്റാഫുണ്ട്. എല്ലാം കൂടി 4 ലക്ഷം രൂപ വേണ്ടി വരും. പിന്നെ ഫുഡ് വേണ്ടി വരും, ഇൻഷുറൻസ് വേണ്ടി വരും, എല്ലാം ഉണ്ട്. പക്ഷെ എങ്ങനെയോ ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നടന്നു പോവാണ്. എങ്ങനെ നടക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല. മനസ്സിൽ ഇങ്ങനെ തോന്നാൻ കാരണം എന്തോ? ഇങ്ങനെ ഒരു ഇവിടെ ഇത്തരം ധാരാളം കുട്ടികളെ വീടുകളിൽ പൂട്ടിയിടുകയും, ഗോവിന്ദപിള്ളച്ചേട്ടൻ എന്ന് പറഞ്ഞ നമ്മുടെ അമ്പലത്തിനടുത്ത ഒരാളുണ്ട്. അദ്ദേഹം എന്നോട് കരഞ്ഞോണ്ട് പറഞ്ഞു, മോനെ നീ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം. ഞാൻ മരിച്ചു പോയാൽ എൻ്റെ കുട്ടികൾക്ക് ആരുണ്ടാവും. അത് വാക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. മറ്റ് സ്ഥലങ്ങളിലൊക്കെ കന്യാസ്ത്രീ അമ്മമാർ, മഠങ്ങൾ, അല്ലെങ്കിൽ ക്രൈസ്തവ സഭകൾ, അല്ലാത്ത വ്യക്തികളൊക്കെ നടത്തുന്നു. അപ്പോൾ അതെനിക്കൊരു എൻ്റെ മനസ്സിൽ തട്ടിയ സാർ ഗോവിന്ദപിള്ളച്ചേട്ടൻ്റെ വാചകം. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാൻ 1 ലക്ഷം രൂപ എടുത്ത് എനിക്ക് പുള്ളിയുടെ പെൻഷനും തന്നു, ഇത് തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മുതൽ എൻ്റെ മനസ്സിൽ ഇത് തുടങ്ങണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളിപ്പോൾ ആരംഭിച്ചതാണ്. ആരംഭിച്ചെന്ന ഏറ്റവും നല്ല പ്രസ്ഥാനമാണിത്. എത്ര കിലോമീറ്റർ ചുറ്റുള്ള കുട്ടികളാണ്? 10-15 കിലോമീറ്ററിനുള്ള കുട്ടികളെ ഇവിടെ കൊണ്ടിരുന്നു. സ്കൂൾ ബസ് ആയതുകൊണ്ട്? സ്കൂൾ ബസ്സുണ്ട്, MLA ഫണ്ടിൽ കൊടുത്താണ്. 2 ബസ്സുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടായിരുന്നു ചോറ്, പുളിശ്ശേരി, പരിപ്പ്, പായസം, മീൻകറി എല്ലാം ഉണ്ട്. ഇവിടെ ഫുഡ് വെളിയിൽ നിന്ന് വാങ്ങിക്കത്തില്ല, ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണ്. കാരണം നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ദിവസവും സദ്യയുണ്ട്, ഇറച്ചിയോ കൊടുക്കുകയാണെങ്കിൽ. അങ്ങനെ എല്ലാം നല്ല നിലയിൽ പോകുന്നുണ്ട്. ഇതെൻ്റെ ഒരു കുടുംബം പോലെയാണ്. ഇപ്പോൾ ഇവിടെയാണ് എൻ്റെ സ്വർഗം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളുകൾ ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കണം. കുട്ടികളെ, കൂടുതൽ വരുന്ന കുട്ടികൾക്ക് അച്ഛനും അമ്മയും മരിച്ചു പോയാലുള്ള പ്രശ്നമാണ്. അവരെ ആര് സംരക്ഷിക്കും? അപ്പം അവർക്കുള്ള റെസിഡൻഷ്യൽ സംവിധാനം കൂടി ഉണ്ടാക്കും. പക്ഷേ ഈ കുട്ടികളൊക്കെ ഭയങ്കര മിടുക്കന്മാരാണ്. AR റഹ്മാൻ്റെ ഇവിടെ കുട്ടിക്ക് സെലക്ഷൻ കിട്ടി. ഇവിടെ പഠിച്ച കുട്ടിയാണ്, നല്ല കുട്ടിയാണ്. അപ്പോൾ അതുപോലെ ധാരാളം കഴിവുള്ളവരുണ്ട്. നല്ല ചിത്രം വരയ്ക്കുന്നവരുണ്ട്, പാട്ട് പാടുന്നവരുണ്ട്, ഡാൻസ് ചെയ്യുന്നവരുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടെയാണ്. കേരളത്തിലൊരു MLA എനിക്കൊന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ചെയ്യുന്നത്. സാറിൻ്റെ അറിവിൽ, എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ്. വലിയ പബ്ലിസിറ്റി ഒന്നും ഞാൻ കൊടുക്കാറില്ല, അതുകൊണ്ടാണ് ആളുകൾ അറിയാത്തത്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. പിന്നെ എല്ലാവരും അവരുടെ വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിലോ മരണം ഉണ്ടെങ്കിലോ ഒക്കെ ഈ കുട്ടികളെ ഓർക്കും, ഭക്ഷണം കൊടുക്കും. അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഈ അടുത്ത സമയത്ത് ചങ്ങനാശ്ശേരി വെച്ച ഒരാൾ എന്നോട് പറഞ്ഞു, സാറിൻ്റെ അവിടെ എൻ്റെ കുഞ്ഞുങ്ങളെ താമസിപ്പിക്കാമെന്ന്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പണിഞ്ഞ് വേണ്ടിയിട്ട് സാർ റെസിഡൻഷ്യൽ സംവിധാനം ഉണ്ടെങ്കിൽ വെളിയിൽ നിന്നും ആളുകളെ എടുക്കാൻ നോക്കും. അപ്പോൾ അതൊരു നമ്മുടെ മനസ്സിൻ്റെ ഒരു ആഗ്രഹമാണ്. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, ഞാൻ 2 തവണ മന്ത്രിയായി, MP ആയി, MLA ആയി. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇവരോടൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങളാണ്. ഭയങ്കര സ്നേഹമാണ് എന്നോട്. അവർ കണ്ടില്ലേ, കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര വർഷമായി തുടങ്ങി? 8 വർഷമായി. 8 വർഷമായി. പക്ഷെ ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ്. അവർക്കറിയില്ല, നമ്മളങ്ങനെ പബ്ലിസിറ്റിക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വലിയ പബ്ലിസിറ്റി കൊടുക്കാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പം ഞങ്ങൾ 1 ഏക്കറോളം സ്ഥലം വാങ്ങിച്ചിവിടെ ഇതൊരു പ്രൈവറ്റ് കമ്പനിയുടെ CSRൽ തന്നാണ്, ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളും നമ്മളറിയാവുന്ന ആളുകളൊക്കെ പറഞ്ഞാലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആരോട് ഞാൻ പറഞ്ഞാലും ഇതിനവർ പൈസ കൊടുക്കും. ഇതിന് വളരെ കൃത്യമായ അക്കൗണ്ടുകളും എല്ലാം ചെക്കിലാണ് എല്ലാം ചെയ്യുന്നത്. വളരെ സിസ്റ്റമാറ്റിക്കായി ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഉത്തരവും ഞാൻ കിട്ടിക്കഴിഞ്ഞു, എല്ലാ അംഗീകാരവും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ആ നിലയിൽ നല്ല നിലയിലാണ് പോകുന്നത്.